ഈ മറ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പോയിട്ടില്ലല്ലോ കേട്ടത്. മനുഷ്യരെ ഏത് നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനാണ് മതപണ്ഡിതർ ശ്രമിക്കുന്നത്? അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞ നിലപാട് ഇസ്ലാമിൻ്റെ നിലപാടാണ്. ഏതൊരു വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അപകടത്തെ മാത്രം, അഥവാ അതിൻ്റെ ഭാവിയിൽ വന്നു ചേരാനുള്ള ഒരു അപകടത്തെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിലും നിലപാട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സ്ത്രീയും പുരുഷനും, അന്യ സ്ത്രീയും പുരുഷനും, അഥവാ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത് ഇസ്ലാം അത് വിലക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സത്യത്തിൽ അവർ തെറ്റിലേക്ക് ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ ആ തെറ്റിലേക്ക് ഏർപ്പെടാനുള്ള വഴിയെ കൂടി ഇസ്ലാം നേരത്തെ തന്നെ അതിലൊരു ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. എന്ന പ്രയോഗം നിങ്ങൾ നടത്തുമ്പോൾ ഞാൻ ചോദിച്ചത് പൊതുസ്ഥലത്ത്, അത് കടപ്പുറമാകാം, ഒരു ഗ്രൗണ്ട് ആകാം, അവിടെ 50 വയസ്സ് കഴിഞ്ഞവരിൽ ഭൂരിപക്ഷം പേര് അല്ലെങ്കിൽ വിവിധ പ്രായത്തിലുള്ളവരായിക്കോട്ടെ, അവരൊരു മാസ് ഡ്രില്ല് നടത്തുന്നു. അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യായാമം ചെയ്യുന്നു. എനിക്ക് ആ വിഷയത്തിൽ പറഞ്ഞു വരാൻ നിങ്ങൾ അവസരം തരൂ. ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത്. അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ടുള്ള ഏത് തരത്തിലുള്ള വിക്രയങ്ങളാണെങ്കിലും ഇസ്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം അത് തെറ്റാണെന്ന് പറഞ്ഞു. ആ നിലപാട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞത് തന്റെ അണികളോടാണെന്ന്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഒരു സംശയം, ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നു, അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഇരിപ്പിടമുണ്ടോ? NCCയിൽ കുട്ടികൾ ഒന്നിച്ച് മാസ് ഡ്രില്ല് നടത്തുന്നു, അവിടെ സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ആണും പെണ്ണും ഒന്നിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്ത പ്രശ്നമുണ്ടോ? നമ്മുടെ പോലീസിൽ പരേഡ് നടക്കുന്നു, നമ്മുടെ സൈന്യത്തിൽ പരിശീലനം നടക്കുന്നു. ഇവിടെയൊക്കെ പുരുഷന്റെ സാന്നിധ്യത്തിൽ ഒരു പൊതുസ്ഥലത്ത് ഒരു സ്ത്രീ വ്യായാമം നടത്തുകയോ അല്ലെങ്കിൽ ഒരു പരേഡ് പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി അവർ മതവിരുദ്ധരായി മാറിയോ? അന്യ സ്ത്രീയും പുരുഷനും മിങ്കിൾ ചെയ്തിട്ടുള്ള ഏതൊന്നും ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ അത് ഭൂഷണമല്ല എന്ന് ഇസ്ലാം നിലപാടാണത്. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. ആ നിലപാട് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് അനുവർത്തിക്കാനുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അല്ല, അപ്പൊ എന്റെ സംശയം, ശരിയല്ല, താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. എന്റെ സംശയം, ഒരു ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നു, ഒരു തിയേറ്ററിൽ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നു, എങ്ങനെയാണ് തിയേറ്റർ? അവരൊക്കെ ഇസ്ലാം അല്ല, അവർക്ക് മതത്തിന് പുറത്താണ്. തെറ്റായ അല്ല, കല മുസ്ലിം അല്ലെന്നല്ല, അത് കൊണ്ടുപോകുന്ന തെറ്റായ സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താ? ഏറ്റവും ഉത്തമരും ഉദാത്തവരും ഈ ഭൂമിയിൽ പുരുഷനേക്കാളേറെ സ്ത്രീയാണ് എന്ന് അവർക്ക് അത്രയും വലിയ മഹത്വം പറഞ്ഞു വെക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. അതല്ല താങ്കൾ പറഞ്ഞത്, അവരൊന്നും ഇസ്ലാം അല്ലാതാകുന്നില്ല, പക്ഷെ അത് പാപമാണ്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. തെറ്റാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ തെറ്റാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. മിക്സഡ് ഡബിൾസിൽ സാനിയ മിർസയും ബൊപ്പണ്ണ സഖ്യവും അതേപോലെ പലരും രാജ്യത്തിന് മെഡൽ വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? മതനിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളടക്കം അംഗീകരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയോധന കലകളിലോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലോ ഒന്നിച്ചു പങ്കെടുക്കുന്നത് നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നു കൊണ്ടാണ് അത് മതശാസന അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നത്. എന്റെ യുക്തിയാണ് ചോദിച്ചത്. പറയുന്നതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും, പക്ഷേ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ അല്ല, അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം അല്ല, സുരേഷാനോട് ചോദിക്കാണ്, ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഒന്നിച്ച് മാസിൽ നടത്തിയാൽ അത് പാപമാണെന്ന് പറഞ്ഞ മതപണ്ഡിതരോട് ചോദിക്കൂ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? അത് പാപമാണെന്നല്ല പറഞ്ഞത്. മിങ്കിൾ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിങ്കിളായിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത്. അടിപൊളി. ഇസ്ലാം ആരോഗ്യം എങ്ങനെ മനുഷ്യർ ജീവിക്കും? നിങ്ങൾ എപ്പോഴും സാറേ
ഈ ഒന്നിച്ച് നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇവർ ഈ ആരോഗ്യ സംരക്ഷണം തമ്മിലൊക്കെ കാണിക്കുന്ന ഈ പ്രക്രിയ, ഇത് ഈ വാട്സപ്പ് മുഴുവനും ചെയ്യുന്നില്ലല്ലോ. അവരൊരു വ്യായാമമല്ലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ? അതൊരു പൊതുവിടത്തല്ലേ? എടാ ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം. ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിടാതിരിക്കുക നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിൽ, ഒരു പുരോഹിതന്റെ പേരിൽ, പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി താഴേക്ക് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലെന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. ആഹ്വാനത്തെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. പുരുഷനും മിങ്കിളായിട്ടുള്ള ഏത് ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. അത് 6-ാം നൂറ്റാണ്ടെന്നോ 5-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് പുരുഷന്മാർക്കൊന്നും ഇതൊന്നും ബാധകമല്ല. സ്ത്രീകൾ പുറത്തു പോയാൽ അഴിഞ്ഞാട്ടക്കാരികളായി, ഒരുമിച്ചിരുന്നാൽ അവർ ലൈംഗികമായി ബന്ധപ്പെടും. എന്തൊക്കെയാണ് ഇവർ? അത്രക്കും മാനസിക രോഗികളാണോ ആൺകുട്ടികളും പെൺകുട്ടികളും? സ്ത്രീ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ മാനുഷികമായ ഒരു ബന്ധമില്ലേ, സൗഹൃദമില്ലേ? അവരുടെ സൗഹൃദത്തെ പോലും കടിഞ്ഞാണിടുന്ന രീതിയിലാണ് ഇവർ ഈ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. പ്രസവത്തിനെടുക്കാൻ പറ്റില്ല സ്ത്രീകൾ, അതുപോലെ തന്നെ മാസക്കുളി വന്നാൽ സ്ത്രീകൾക്ക് ആർത്തവം കഴിഞ്ഞാൽ വേറെ വിവാഹം നടത്തണം. ഇതൊക്കെ പുരുഷന് മാത്രമുള്ള ഒരു കാര്യമാണ്. പുരുഷൻ്റേത് മാത്രമാണ്. ലൈംഗികതയായാലും മറ്റെന്തായാലും എല്ലാ സ്വാതന്ത്ര്യവും പുരുഷന് വേണ്ടി മാത്രമുള്ളതാണ്. നേരത്തെ ഷിനാസ് പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ പുരുഷാധിപത്യ മതാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. താടി, തലപ്പാവ്, ഹിജാബ്, നിക്കാബ് പോലുള്ള മതചിഹ്നങ്ങൾ മാത്രമാണ് ഈ മതമെന്നും മതത്തിൽ ഉല്ലാസമോ ആനന്ദമോ വ്യായാമമോ ഒക്കെ അതൊക്കെ ഉല്ലാസവും ആനന്ദവും വ്യായാമവും ഒക്കെ ഈ ഇസ്ലാം മത അനുയായികൾക്ക് അന്യമാണെന്നും അതുകൊണ്ടാണ് ആർ മുസ്ലിം സോ ബോറിംഗ് എന്ന് സിയാവുദ്ദീൻ സർദാർ ചോദിച്ചത്. സിനിമ എന്ന കലാവിഷ്കാരത്തെ ഇസ്ലാം തിരസ്കരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അപ്പൊ ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും സാഹിത്യത്തിനും എതിരല്ല, മനുഷ്യർക്ക് അനുഗുണമാകണം. ഓരോ കലാസൃഷ്ടിയും ഓരോ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് താങ്കളുടെ വാദമാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പുരോഹിതരൊക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒക്കെ നടത്തുന്ന ആഹ്വാനം അതേപോലെ ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് നിറവേറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് ഏത് രാജ്യമായി മാറുമായിരുന്നു? നിങ്ങൾ ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? മനുഷ്യൻ ഇത്ര ദുർബലാണോ ശ്രീ സുഹ്രി? ഇങ്ങനെ എന്തെങ്കിലും ഒരു കലാരൂപം കണ്ടാൽ, ഒരു നിഴൽവെട്ടം കണ്ടാൽ, ഒരു ശബ്ദം കേട്ടാൽ അപ്പൊ തന്നെ അവന്റെ സ്വത്വവും അവന്റെ നിയന്ത്രണവും ഒക്കെ പോകുന്ന അത്ര ദുർബലാണോ മനുഷ്യൻ? ആളുകൾ തിരസ്കരിക്കുന്നു എന്ന് സുരേഷ് സാർ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇപ്പൊ എന്റെ മകള് സൗദി അറേബ്യയിലാണ്. അവള് കാറിന്റെ ലൈസൻസ് എടുക്കുന്നു, അവൾ കാർ ഓട്ടുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ കാലം മാറുന്നുണ്ട്. ഞാൻ ഈ മെക്സവനായിട്ട് ബന്ധപ്പെട്ട് പറയല്ല. സൗദിയിലും മക്കയിലേക്ക് പുരുഷ സാന്നിധ്യമില്ലാതെ 21 വയസ്സ് തികഞ്ഞ സ്ത്രീകൾക്ക് പോകാൻ അവകാശം കൊടുത്ത രാജ്യമാണ് സൗദി. ആലോചിച്ച് നോക്കണം. അത് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നുള്ള കരുതുന്നു ഞാൻ. നായരേട്ടാ, വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. മതവിശ്വാസം പാലിക്കാനും മതവിശ്വാസം പുലർത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ, വ്യക്തി നിയമങ്ങളെ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തിന്റെ സുപ്രീം ഈ രാജ്യത്തെ ഭരണഘടനയാണ്. ഇതൊരു ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കാണ്. അവിടെ ഭരണഘടനയാണ് സുപ്രീം. ആ ഭരണഘടന ഒരു മനുഷ്യന് നൽകുന്ന മൗലികമായ അവകാശങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അതിൻ്റെ പുറത്ത് ഒരു തരത്തിലുള്ള തിട്ടൂരവും അടിച്ചേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാലം മാറിയെന്ന് ഇത് പറയുന്നവർ കരുതുന്നതായിരിക്കും നല്ലത്. 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ.